അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഉണക്കച്ചെമ്മീൻ എൻ്റെ വേസ്റ്റ് സാധനങ്ങൾ, അതായത് തല, വാലി, പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ കൊടുക്കുക. അതായത് 50 ഗ്രാം ഉണക്കച്ചെമ്മീൻ, 50 ഗ്രാം അതിൻ്റെ തല, മാറ്റിയ തലകളും വാലുകളും കൂടി ഇന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ചെമ്മീൻ ചമ്മന്തി, മുളകിട്ടത്, കൊല്ലിമുളക്, ഒരു 8 കൊല്ലിമുളക്, ഒരു 10 ഉള്ളി, ഉപ്പാണെങ്കിൽ ഇതാ ഈ ഉപ്പിട്ട ഏത് ഉപ്പാണ്, ഏകദേശം അര സ്പൂൺ ഉപ്പ്. അത് മറ്റേ റൂക്ക് സാൾട്ടാണ് കേട്ടോ, റൂക്ക് സാൾട്ട്. അത് സ്പ്രിങ്കിളാണെങ്കിലൊക്കെ അത് കുറച്ചിടണം, അതിന് കയ്പ്പ് കൂടുതലാണ്. ഇതാ കയ്പ്പ് ഉണ്ടാവില്ല റൂക്ക് സാൾട്ടിന്. ഇത് പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നീരുണ്ടാക്കില്ല, ശരീരത്തിന് നീരുണ്ടാക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വില ഇത്തിരി കൂടുതലാണ്, 120 രൂപയാണ് കിലോയെങ്കിലും നല്ലതാണിത്. ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം അര സ്പൂൺ, ഈ മരക്കയിൽ അര സ്പൂൺ, അതായത് ടീസ്പൂണിൽ കാ ടീസ്പൂൺ ഇടാം. 1/4 ടീസ്പൂൺ സ്റ്റീൽ സ്പൂണാണെങ്കിൽ, ഇത് സ്പൂൺ ആയതുകൊണ്ട് ഞങ്ങൾ അര സ്പൂണാണ് ഉപയോഗിച്ചത്. അതിലോട്ട് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. വേപ്പില, കുറച്ച് വേപ്പില, ഒരു 2-3 തണ്ട് വേപ്പില ഊർത്തിയിടാം. ഉള്ളി അളയാൻ പറഞ്ഞില്ല, ഉള്ളി 8 ഉള്ളി, 10 ഉള്ളി എടുത്തോളൂ. ഒരു 8 മുളക്, പിന്നെ തേങ്ങാക്കൊത്ത്, അരമുറി തേങ്ങാക്കൊത്ത് കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം. ഈ പറഞ്ഞ അര സ്പൂൺ ഉപ്പ്, അത്രയും വേണ്ടു. നല്ലൊരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ വറക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് മൂപ്പിച്ചെടുക്കണം. ഇത് മൂപ്പ് ഒരു പാകമുണ്ട്. ഈ ചെമ്മീൻ മൂക്കണേന് കറക്റ്റ് പാകം വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിയാണ്ടും എന്നാൽ മൂപ്പ് കുറഞ്ഞാൽ അത് ചതഞ്ഞ് കിടക്കുകയും ചെയ്യും. അത് പാടില്ല. കറക്റ്റ് ടൈറ്റിൽ നിൽക്കുന്ന വറുത്ത് വരുന്ന ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് ഈ ചെമ്മീൻ മൂത്തേൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഒരു ഏകദേശം കരിഞ്ഞ മണമല്ല, കരിഞ്ഞ മണമായാൽ പിന്നെ അത് ഇതായിപ്പോവും, കയ്പ്പച്ച വരും. അതിന് മുമ്പൊരു പാകമുണ്ട്. ആ പാകം എടുക്കണം. അത് നമുക്ക് ഒരു ബോറടിയില്ലാത്ത സ്മെല്ലായിരിക്കും അതിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ഓഫ് ചെയ്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിയും. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പാചകമാണ് ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കേട്ടോ. വളരെ സൂക്ഷിച്ച്, ഏകദേശം ഒരു 4 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും, ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലും, പിന്നെ ആ തീ കിടത്തി നമ്മൾ അത് ചൂടാറണ വരെ ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നല്ല ഒരു പാകമായിട്ടുണ്ട്. ഇനി അത് എല്ലാം പൊടിക്കുന്ന പരുവത്തിലോട്ടായുണ്ട്. അത് തേങ്ങാക്കൊത്ത്, ഉള്ളി, മുളക്, വേപ്പില, ഉപ്പ്, ഇത്ര വേണ്ട. ഉണക്കച്ചെമ്മീനും തലയും, ഇത്രയാണ് ഇതിൻ്റെ വസ്തുക്കൾ കേട്ടോ. ഇനി അത് മിക്സിയിലോട്ട് പൊടിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് അത് മൂത്തിട്ട് അതിൻ്റെ ഇറക്കി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റായി. അത് ഇളക്കിക്കൊണ്ടിരുന്ന് അതിനുശേഷം ഇങ്ങനെ എടുത്ത് ജാറിലോട്ട് ഇടാം. എല്ലാം ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ. കരിയാത്ത രൂപത്തിലാണ് എടുക്കാൻ. വളരെ ടേസ്റ്റുള്ളതും അത്യാവശ്യം ആരോഗ്യത്തിനും നല്ലതുമായ ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇനി പൊടിക്കണ കാണിച്ചു തരാം, പൊടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ലൊരു ചെമ്മീൻ ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമാണ് ഇത്. തേങ്ങാക്കറിയിൽ ഏത് തേങ്ങാക്കറിക്കും ഇത് മാച്ചാവും കേട്ടോ. മത്തങ്ങ, കുമ്പളങ്ങ, ഏത് തേങ്ങാക്കറി വെച്ചാലും അതിന് വളരെ സ്വാദിഷ്ടമായി നമുക്ക് ഒരുപാട് ചോറ് ഭക്ഷണം കഴിക്കാം ഇതും കൊണ്ട് കേട്ടോ. ഞാൻ അതിങ്ങോട്ട് ഇടാന് അത് പകർത്തിന് എടുക്കണേ. ഇതുപോലെ പകർത്തി നമുക്ക് ടെമ്പറിലോട്ട് മാറ്റി നമുക്ക് ഡൈനിങ് ടേബിളിൽ വിളമ്പാം. അപ്പോൾ ഈ ചമ്മന്തിയുടെ ഗുണം കൂടി പറഞ്ഞുതരാം. ചെമ്മീൻ ചമ്മന്തിയാണ്. ചെമ്മീൻ കൊളസ്ട്രോൾ ആണെങ്കിലും, ചെമ്മീൻ തൊണ്ടിൽ ഗ്ലൂക്കോസമീൻ, കൈറ്റോസൺ, ഇത് 3 അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ശരീരത്തിന് വളരെ ഉപകാരമായ സംഗതി അടങ്ങി വയ്ക്കുന്ന ഈ ചെമ്മീൻ ചമ്മന്തിക്ക് രുചി ഗുഡ് കേട്ടാ. ഞാൻ തരുന്ന ഗുഡാണ്, യാതൊരു സംശയം വേണ്ട. ഇതേപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.